തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. രണ്ടുപേരും താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു വെച്ചോ, ഞാൻ വരാം. ഇത്ര നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടൂ? നേരത്തെയോ? ടൈമേ 8:30 ആയി. കുറച്ചുകൂടെ കഴിഞ്ഞാലേ ക്യാൻറ്റീനിലെ ഫുഡ് തീരും. ഈശ്വര, നമ്മൾ ഇത്ര നേരം ഉറങ്ങിയോ? രാത്രി 3 മണി വരെ മൊബൈലിൽ ഗെയിം കളിച്ചോണ്ടിരുന്നാലേ ഈ സമയത്തെ എഴുന്നേക്കാൻ പറ്റൂ. ഞാനിവിടെ വെച്ചിരുന്ന വർക്ക്ഷീറ്റ് നിങ്ങൾ കണ്ടോ? എന്ത് ഷീറ്റ്? അവളുടെ ബെഡ്ഷീറ്റ് ആയിരിക്കും. കഴുതകളെ, ബെഡ്ഷീറ്റ് അല്ല, വർക്ക്ഷീറ്റ്. അത് കമ്പനിയുടെ അക്കൗണ്ടിങ്. നിങ്ങളോട് അതിനെ പറ്റി പറഞ്ഞ എന്ത് മനസ്സിലാവാനാ? അത് കണക്കുകളൊക്കെ എഴുതിയ ഒരു പേപ്പറാ. താഴെ വല്ലതും കിടക്കുന്നുണ്ടോ നോക്ക്. ജോലിയിൽ മുഴുകിക്കഴിഞ്ഞാ നിനക്കൊന്നും ഓർമ്മ കാണത്തില്ല. നീ തന്നെ വർക്ക്ഷീറ്റ് കീറി വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ട് ഞങ്ങളോട് അന്വേഷിക്കാൻ പറഞ്ഞാ എങ്ങനെ കിട്ടാനാ? ഡസ്റ്റ്ബിന്നിലോ? ആ, ദാ നോക്ക്. ആരാടി ഇത് ചെയ്തേ? സത്യമായിട്ട് ഞങ്ങളല്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ ഇതൊക്കെ കീറിക്കളയാ? എനിക്ക് ഓഫീസിലേക്ക് പോകാൻ ടൈം ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് കണ്ടുപിടിച്ച് കൊടുത്തതും പോരാ, നമ്മളെ വിശ്വസിക്കാതെ വെറുതെ നമ്മളെ കുറ്റം പറയുന്നത് ശരിയാണോ? അവള് നല്ല ദേഷ്യത്തില. വെറുതെ തർക്കിച്ച് പ്രശ്നം മനസ്സിലാക്കുന്നതിലും നല്ലത് മുങ്ങുന്നത്. നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം എടുത്തു വെക്കാം. പോ. ശരി, വാ. ഈ അക്കൗണ്ട്സിന്റെ ഒക്കെ ലാപ്ടോപ്പിലുള്ള കോപ്പിയും ഡിലീറ്റ് ആയി. ഈ കണക്കുകളില്ലാതെ അങ്കിളിന് എങ്ങനെ മെയിൽ അയക്കും? എങ്ങനെയെങ്കിലും ഇത് വീണ്ടും സെറ്റ് ചെയ്യണം. ഇതാരുടെയോ മെഡിക്കൽ റിപ്പോർട്ടാണല്ലോ. പാർവതിയുടെ പേരാണല്ലോ. ഇനി പാർവതിയുടെ മെഡിക്കൽ റിപ്പോർട്ട് ആയിരിക്കും. പ്രഗ്നൻസി ടെസ്റ്റോ? ഇവളെന്തിനാ ഈ ടെസ്റ്റ് എടുത്തേ? പോസിറ്റീവോ? ഏയ്, ഇത് പാർവതി ആയിരിക്കില്ല. വേറെ ഏതെങ്കിലും പാർവതി ആയിരിക്കും. ഈ വേസ്റ്റ് ബിന്നിലേക്ക് ഈ റിപ്പോർട്ട് എങ്ങനെ എത്തി? ഈ ഹോസ്റ്റലില് പാർവതി എന്ന പേരിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഓ, ആകെ ടെൻഷനായല്ലോ. ഇതാരുടെ കയ്യിലും കിട്ടരുത്. ഇവിടെ വെച്ചാ അവന്തിക്കയോ ഡയാനയോ കാണാൻ സാധ്യതയുണ്ട്.